പഴമയുടെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്കൊരു ഇടിഞ്ചക്ക കിട്ടി, എൻ്റെ കൂട്ടുകാർ തന്നതാണ്. അപ്പോൾ ഇതുകൊണ്ട് ഒരു ഇടിഞ്ചക്കത്തോരൻ ഉണ്ടാക്കി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് കുറച്ച് മൂത്തതാണ്, ഇടിഞ്ചക്കയുടെ പരുവം കഴിഞ്ഞു, എങ്കിലും ചക്കയുടെ സീസൺ തുടങ്ങുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നല്ലതായിരിക്കും. ഇതുപോലെ നമുക്ക് ഇത് കണ്ടിച്ചെടുക്കാം. ലേശം എണ്ണയൊക്കെ തേച്ചിട്ട് വേണം. ഇത്തിരി മുറിച്ചൊക്കെ എടുക്കാൻ ഇത്തിരി പ്രയാസമാണെന്നേ ഉള്ളൂ, ഉണ്ടാക്കാൻ അത്രയും പ്രയാസമില്ല. ചിലര് അധികം മൂക്കാത്തതാണെങ്കിൽ കൊത്തിയാണ് ഉണ്ടാക്കുന്നത്, ചിലര് ഇടിച്ചുണ്ടാക്കും. ഞാൻ ഇടിച്ചാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഇത് വേവിച്ചെടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇതിനകത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക, പാകത്തിന് ഉപ്പ്, ഈ വെള്ളം ഒഴിക്കണം. കുക്കറിൽ വേവിക്കുന്നതേ ഉള്ളൂ, ഞാൻ വിസിലിടുന്നില്ല. അതിൻ്റെ കാരണം വെന്ത് പോയി കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും. ഇഞ്ചൊക്കെ വേവുമ്പോഴേക്കും നമുക്ക് ഒരരപ്പ് തയ്യാറാക്കാം. അതിന് ഞാൻ 2 കപ്പ് തേങ്ങ ചിരണ്ടിയത്, ഒരു 4 പച്ചമുളക്, ഈ പച്ചമുളകിന് എരിവ് കുറവാണ്, പിന്നെ ചെറിയ ഉള്ളി, കറിവേപ്പില. ചക്കയ്ക്ക് ആയതുകൊണ്ട് ഞാൻ ഒരു നുള്ളു ജീരകം ചേർക്കുന്നുണ്ട്. ഇത് ഒതുക്കിയിട്ട് വരാം. ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിത് അരിപ്പയ്ക്കകത്തേക്ക് ഊറ്റിയെടുക്കാം. ഇടിഞ്ചക്ക എന്ന് പറഞ്ഞാൽ നമുക്ക് അമ്മയിൽ വെച്ച് ഇടിച്ചെടുക്കാറ്. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ഇപ്പം എല്ലാവരുടെ വീട്ടിലും അമ്മയൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യും, ചൂടാറിയിട്ട് കൈ കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ സ്പൂണ് വെച്ച് ഇടിച്ചെടുക്കും. ചൂടാറിക്ക് കൈ കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് എടുത്താൽ മതി, അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. തവി കൊണ്ടിങ്ങനെ അമർത്തിയെടുത്ത് ഇതുപോലെ തോരൻ്റെ പരുവം കണക്ക് ആക്കി വെച്ചു. പിന്നെ തേങ്ങ ചതച്ച് വെച്ചു. ഇനി എണ്ണ ഒഴിച്ച് നമുക്ക് ഇത് കടുക് വറുക്കാം. കടുക് പൊട്ടി ഇനി ഉഴുന്നും പരിപ്പിടാം, ചെറിയ ഉള്ളി ഇടാം, കറിവേപ്പില, വറ്റൽമുളക്. ഉള്ളി മൂത്തിട്ടുണ്ട്, നമുക്ക് അരപ്പിടാം. ഇടിഞ്ചക്ക വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഈ അരപ്പിന് ഇത്തിരി ഉപ്പും കൂടെ ഇടുവാണ്. ഒരു 3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇത് തോരൻ അടച്ചു വെച്ചിരുന്നു, അത് കഴിഞ്ഞ് നിരത്തിയിട്ട് ഇതിനകത്ത് കോരി എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല സ്വാദുള്ള ഒരു തോരനാണ്. ഈ ചക്കയുടെ സീസണൊക്കെയാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ.